എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു പുതിയ കഥ കേൾക്കാമല്ലേ? കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. തൃശ്ശൂരിൻ്റെ ഗൾഫ് സിറ്റി എന്നറിയപ്പെടുന്ന ചാവക്കാട് എന്നൊരു കൊച്ചു പട്ടണത്തിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത്. പേര് പോലെ മാസസ്ഥലം തന്നെയാണ് നമ്മുടെ ചാവക്കാടും ചാവക്കാടുള്ളവരും. സ്നേഹം കൊടുത്താൽ ഇരട്ടി തിരിച്ചു തരും, ചതിച്ചാൽ ചങ്ക് പറിച്ചെടുക്കും എന്ന് ചാവക്കാടിനെ തൊട്ടറിഞ്ഞവർക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും. ഒരു മഴക്കാലം, ഒപ്പം കൂട്ടിന് ഓണക്കാലവും, എങ്ങും ആഘോഷം. ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു രസകരമായ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ രാഹുൽ, വയസ്സ് 25. കല്യാണം കഴിഞ്ഞിട്ടില്ല, ആലോചനകൾ നടക്കുന്നുണ്ട്. ഒപ്പം ഒരു പ്രവാസി കൂടിയാണ് ഞാൻ. 45 ദിവസത്തെ ലീവുമായി നാട്ടിൽ വന്ന സമയം. ആഘോഷങ്ങൾ എന്ത് തന്നെയായാലും, ഏത് മതക്കാരുടെ ആയാലും ഞങ്ങൾ ചാവക്കാട്ടുകാർക്ക് അതൊരു ഉത്സവമായിരിക്കും, ഇല്ലെങ്കിൽ ആക്കിയിരിക്കും. അതാണ് ഞങ്ങൾ ചാവക്കാട്ടുകാർ. പട്ടണത്തിൽ തുണിക്കടകൾ, പച്ചക്കറി കടകൾ, പൂക്കടകൾ എന്നുവേണ്ട എല്ലായിടത്തും തിരക്ക്. ഞങ്ങളുടെ ടീംസിനിരിക്കാൻ ഓട്ടോ സ്റ്റാൻഡിനടുത്ത് ഒരു ബെഞ്ചുണ്ട്. അങ്ങനെ പതിവ് പോലെ അവിടെ ഇരിക്കുമ്പോൾ പൂക്കടയിൽ പൂ വാങ്ങാൻ നിൽക്കുന്ന ഒരു സുന്ദരിയെ കണ്ടു. എൻ്റെ കൂട്ടുകാരനായ മുസ്തഫയാണുള്ളത്. ഓട്ടോ ഡ്രൈവറായ കാരണം ഒരുവിധം എല്ലാവരെയും അവൻ അറിയാം. ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കൂട്ടുകാരാണ്. എൻ്റെ എല്ലാം അവനും, അവൻ്റെ എല്ലാം എനിക്കും അറിയാം. എൻ്റെ ചങ്കായിരുന്നു അവൻ. ഞാൻ മുസ്തഫയെ വിളിച്ച് ആ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അവൻ്റെ മറുപടി കേട്ട് ഞാൻ ചിരിച്ചുപോയി. അവർ 3 പേരുണ്ടായിരുന്നു. ചുവപ്പ് ഡ്രസ്സ് സിന്ധു, വൈറ്റ് ഡ്രസ്സ് വിദ്യ, ബ്ലൂ ഡ്രസ്സ് നിമ്മി. ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു തീർത്തു. ഞാനെന്നവനെ അടിമുടി നോക്കിയിട്ട് ചോദിച്ചു, എനിക്കറിയേണ്ടത് ആ വൈറ്റ് ഡ്രസ് ഇട്ട കുട്ടിയെക്കുറിച്ചാണ് എന്നവനോട് പറഞ്ഞപ്പോൾ അവളുടെ ആധാർ കാർഡ് എടുത്തു കൊടുത്ത ഓഫീസറിൻ്റെ പോലെ ഫുൾ അഡ്രസ്സ് അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഇനി കഥയിലെ നായികയെക്കുറിച്ച് പറയാം. പേര് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, വിദ്യ വിജയകുമാർ എന്നാണ് ഫുൾ നെയിം. വയസ്സ് 20. ശ്രീകൃഷ്ണ കോളേജിൽ സെക്കൻഡ് ഇയർ വർഷം. ഒരു 5 അടി 4 ഇഞ്ച് ഉയരം. ഇരുനിറമാണ്. ബാക്കി മഹിമകൾ തുടർന്ന് പറയാം പോരെ? അറിയപ്പെടുന്ന വലിയ കുടുംബമൊന്നുമല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് കുടുംബം. എല്ലാം കൊണ്ടും ആലോചിക്കാൻ പറ്റിയ കുടുംബമാണെന്ന് എനിക്ക് തോന്നി. കല്യാണാലോചനയുമായി നടക്കുന്ന അമ്മയോട് പറഞ്ഞാലോ എന്ന് ഞാൻ മുസ്തഫയോട് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി കേട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കെട്ടാനാണെങ്കിൽ നമുക്ക് വേറെ നോക്കാം, കൂടാനാണെങ്കിൽ ഇത് ഓക്കെയാണ് എന്ന് ഒറ്റ വാക്കിൽ അവൻ്റെ മറുപടി. ചുമ്മാ ഒരു പെൺകുട്ടിയെക്കുറിച്ച് തോന്നിവാസം പറയല്ലേ എന്ന് ഞാൻ ശബ്ദം ഘടിപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഞാൻ കാര്യമായി പറഞ്ഞതാ. കുറച്ച് ക്യാഷ് മുടക്കിയാൽ ഇപ്പോൾ വരും നമ്മുടെ കൂടെ. എന്തോ ഒരടി കിട്ടിയ പോലെ അവനെ നോക്കി ഞാൻ ഇരുന്നു പോയി. അടുത്ത അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നത്. ചിരിച്ചുകൊണ്ട് അവൻ്റെ ചോദ്യം, ഡാ നിനക്ക് വേണോ? ഞാൻ റെഡിയാക്കി തരാം. ഒട്ടും മടി കൂടാതെ ഞാൻ തിരിച്ചു ചോദിച്ചു, കിട്ടോ എന്ന്. പിന്നെ അവർ 3 പേരും വേണോ അതോ 1 മതിയോ? അവൻ വീണ്ടും ചോദിച്ചു. അത് നീ കൂടി കമ്പനിക്ക് വന്നാൽ 3 വേണം. ക്യാഷ് ഞാൻ മുടക്കാം. അയ്യടാ, അങ്ങനെ എൻ്റെ ക്യാഷ് നീ കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം എന്നവൻ പറഞ്ഞപ്പോൾ അറിയാതെ ഞങ്ങൾ 2 പേരും ഉച്ചത്തിൽ ചിരിച്ചുപോയി. ആ സമയത്ത് അവർ 3 പേരും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ മുന്നിലെത്തി ഓട്ടോ സവാരിക്കായി. മുസ്തഫ, ഞങ്ങളെ വീട്ടിൽ കൊണ്ടേ ആക്കി തരുമോ എന്ന് സിന്ധുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് വിശ്വാസമായി. ഇതാരാ മുസ്തഫ, കൂടെ ഒരു ചുള്ളൻ ചെക്കൻ എന്ന് എന്നെ നോക്കി വിദ്യയുടെ അടുത്ത ചോദ്യം. ഇത് എൻ്റെ ചങ്കാണ്, നിങ്ങളുടെ ആഗ്രഹം നടത്താൻ ഞാൻ കൊണ്ടുവന്നതാ എന്നവൻ മറുപടി പറഞ്ഞപ്പോൾ 3 പേരും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഫ് ഇക്ക നിങ്ങൾ മുത്താണെന്ന്. അവരെല്ലാം മുൻപ് പറഞ്ഞ് ഉറപ്പിച്ചതുപോലെയായിരുന്നു അവരുടെ സംസാരം. കൂട്ടത്തിൽ എന്നെ നോക്കി ഒരു കണ്ണ് കാണിക്കലും.
ഞാനാകെ ചൂളിപ്പോയി. അപ്പോൾ മുസ്തഫ എന്നോട് പറഞ്ഞു, എടാ നീ ഇവിടെ നിൽക്ക്, ഒരു 10 മിനിറ്റ് ഞാനിവരെ ഒന്ന് കൊണ്ടാക്കിയിട്ട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഒപ്പിച്ച് വരാം എന്നും പറഞ്ഞ് അവൻ അവരെയും കൂട്ടി സവാരിക്ക് പോയി. ഓട്ടോയിൽ കയറും മുമ്പ് 3 പേരും ഒന്നും കൂടി എന്നെ നോക്കി ചിരിച്ചു. ഞാൻ അവിടെ അടുത്ത കടയിൽ കയറി നാട്ടുകാരോട് കുശലം പറഞ്ഞ് സമയം നോക്കിയിരുന്നു. മുസ്തഫയുടെ വരവ് നോക്കി 15 മിനിറ്റായിട്ടും കാണാതായപ്പോൾ ഞാൻ അവനെ ഒന്ന് വിളിച്ചു. അവൻ ഫോണെടുത്ത് പറഞ്ഞു, എൻ്റെ മോനെ, നീയൊന്നടങ്ങ്, ഞാൻ സമയവും സ്ഥലവും ഒന്ന് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ വരുമ്പോൾ അവരുടെ വാട്സപ്പ് നമ്പർ വാങ്ങി വാ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ചർച്ച ചെയ്യാമെന്ന്. നാട്ടുകാർ കണ്ട് വെറുതെ സീനാക്കണ്ട, നീ വേഗം വായോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെയും പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി. നമ്പറും വാങ്ങി 10 മിനിറ്റിനുള്ളിൽ അവൻ തിരിച്ചെത്തി. പഞ്ചാബി ഹൗസിൽ ഹരിശ്രേഷകം വരുന്ന പോലെ മുതലാളി എന്ന് വിളിച്ച് അവൻ വന്നത്. നമ്പർ കിട്ടിയ ഉടനെ അത് സേവാക്കി ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഗ്രൂപ്പിൻ്റെ പേര് നല്ല കുട്ടികൾ. മെമ്പേഴ്സായി ഞാൻ, മുസ്തഫ, സിന്ധു, വിദ്യ, നിമ്മി, 5 പേരടങ്ങുന്ന ഒരു കൊച്ചു ഗ്രൂപ്പ്. ഞാനൊരു ഹായ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ 3 ഹായ് അപ്പുറത്തുനിന്ന് ഒരുമിച്ച് പറന്നെത്തി. ഇതിനായി കാത്തിരുന്നു അവരും. ഞാനൊരു ഫോർമാലിറ്റിക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാം മുസ്തഫയ്ക്ക് പറഞ്ഞു. സമയവും സേഫായ സ്ഥലവും അതുമാത്രം അറിഞ്ഞാൽ മതിയെന്ന് നിമ്മിയുടെ മറുപടി, ഒപ്പം 2 ലൈക്കും. ഞാൻ പിന്നെ ചമ്മിപ്പോയി. ചമ്മിയ ചിരിയുമായി അങ്ങനെ ചർച്ച തുടങ്ങി. അധികം താമസിക്കാതെ തീരുമാനമായി. സമയം 3-ാം ഓണം. സ്ഥലം മുസ്തഫയുടെ ഒരു പരിചയത്തിൽ ഒരു വീട്ടുകാരുണ്ട്. മുസ്തഫയാണ് ആ വീട് നോക്കുന്നത്. അവർ കുടുംബം ഫുള്ളുമായി ദുബായിലാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും വരും. കുറച്ച് ദിവസം നിൽക്കും, തിരിച്ചു പോകും. അവിടെ മാസത്തിൽ 2 തവണ ക്ലീനിങ് ഉണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് അവിടെ പോകാം. വീടുള്ളിലായതുകൊണ്ടാണ്. അടുത്ത് വേറൊരു വീടുമില്ലാത്ത കാരണം അങ്ങോട്ട് പോകുന്നതും വരുന്നതും ആരും നോക്കാറില്ല. മുസ്തഫയെ അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാരണം അവിടെ വീടിൻ്റെ മുന്നിൽ ഓട്ടോ കിടന്നാലും ആര് കണ്ടാലും നോക്കാൻ വരില്ല. എല്ലാം കൊണ്ടും സേഫായ സ്ഥലം റെഡിയായി. പിന്നെ സമയം. ഓണം സെലിബ്രേഷന് അവർ ക്ലാസ്സിൽ പോവാതെ അങ്ങോട്ട് വരാം എന്ന് തീരുമാനിച്ചു. ഇനി ഒരു വീക്ക് ഗ്യാപ്പുണ്ട്. അതിനുള്ളിൽ എല്ലാം സംസാരിച്ച് ഇഷ്ടങ്ങളെല്ലാം പരസ്പരം അറിഞ്ഞു. ആ ദിവസത്തിനായി കാത്തിരുന്നു. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങളുടെ സ്വപ്ന ദിവസം വന്നെത്തി. അങ്ങനെ കോളേജ് എന്നും പറഞ്ഞ് 3 പേരും ഇറങ്ങി. സാരിയായിരുന്നു വേഷം. മുസ്തഫയുടെ ഓട്ടോയിൽ കയറി 3 പേരും പറഞ്ഞുറപ്പിച്ച പ്രകാരം ആ വീട്ടിലെത്തി. ഇന്നലെ രാത്രി ഞാനും മുസ്തഫയും വന്ന് എല്ലാം വൃത്തിയാക്കിയിട്ടു. ഞാൻ അവിടെ തന്നെയാണ് ഉറങ്ങിയതും. നല്ല മഴയുള്ളത് കാരണം ഓട്ടോയുടെ സൈഡ് 2 ഷീറ്റിട്ട് കവർ ചെയ്ത്. കാരണം അകത്തുള്ളവരെ ആർക്കും കാണില്ല. പുറത്തെത്തിയപ്പോൾ മുസ്തഫ എന്നെ വിളിച്ചു. അപ്പോഴേക്കും എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി ഇരിക്കുകയായിരുന്നു ഞാൻ ഓടിപ്പോയി വാതിൽ തുറന്നു. 3 മൊഞ്ചത്തികളും അകത്തേക്ക് കയറി. മുസ്തഫ ഇറങ്ങി ഗേറ്റ് ലോക്ക് ചെയ്ത് വന്ന് ഡോറടച്ച് കുറ്റിയിട്ടു. എല്ലാം കൊണ്ടും ഇതുവരെ സേഫ്. 3 പേരും അകത്ത് കയറി റൂമൊക്കെ ഒന്ന് പരിശോധിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു, ക്യാമറ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അത് കേട്ടപ്പോൾ ശ്വാസം നീട്ടിവിട്ടുകൊണ്ട് നിമ്മി ചോദിച്ചു, ഇനി എങ്ങനെ അടുത്ത പരിപാടി? അപ്പോൾ മുസ്തഫ പറഞ്ഞു, എന്നാ തുടങ്ങല്ലേ? അത് കേട്ടതും എല്ലാവരും കൂടി ഒന്ന് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ 5 പേരും പിന്നീടുള്ള കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചതുപോലെ മനോഹരമാക്കി മാറ്റി.